ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് റെഡ് ടൈഗർ ബാർബിന്റെ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന ഐറ്റം ആണ് റെഡ് ടൈഗർ ബാർബ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഫുള്ള് റെഡ് കളർ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പേരിന് ഏകദേശം 80 രൂപയാണ് വില വരുന്നത്. അതുപോലെ തന്നെ ഇതിനു മുൻപ് നമ്മൾ ഒരു ടൈഗർ ബാർബിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈഗർ ബാർബ് ആണ് ഇത്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നോർമൽ ടൈഗർ ബാർബ് ആണ്. പ്രൈസ് ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. കുറെ നാളായിട്ട് നമ്മുടെ കയ്യിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സൈസ് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇനി നമ്മുടെ റെഡ് ടൈഗർ ബാർബിനെ കുറിച്ചിട്ടാണ് പറയാനായി പോകുന്നത്. റെഡ് ടൈഗർ ബാർബ് എന്നത് അക്വേറിയങ്ങളിൽ വളർത്താൻ അനുയോജ്യമായതും തിളക്കമുള്ള ചുവപ്പ് നിറത്തോട് കൂടിയ ഒരു ജനപ്രിയ ശുദ്ധജല മത്സ്യമാണ്. സൈപ്രിനിഡെ എന്ന കുടുംബത്തിൽപ്പെട്ട മത്സ്യങ്ങളാണിവ. ടൈഗർ ബാർബുകളുടെ ആൽബിനോ അല്ലെങ്കിൽ രൂപാന്തരം വന്ന വർണ്ണാഭമായ വകഭേദമാണിവ. ടൈഗർ ബാർബുകൾ എപ്പോഴും കൂട്ടമായി നീന്താൻ ഇഷ്ടപ്പെടുന്ന മത്സ്യങ്ങളാണ്. അതിനാൽ കുറഞ്ഞത് 6 മുതൽ 10 എണ്ണമെങ്കിലും ഒരുമിച്ച് വളർത്തണം. ഇവർ വളരെ ഊർജ്ജസ്വലരും അക്വേറിയത്തിൽ എപ്പോഴും ചലനശേഷിയുള്ളവരുമാണ്. മറ്റു മത്സ്യങ്ങളെ, പ്രത്യേകിച്ച് ഫിൻ നീളമുള്ള മത്സ്യങ്ങളെ ഇവർ കൊത്തിപ്പറിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇവയെ ബാർബുകൾക്കൊപ്പം തന്നെ വളർത്തുന്നതാണ് നല്ലത്. അക്വേറിയങ്ങളിൽ വളരെ ജനപ്രിയമായ സജീവമായ ഒരു ചെറിയ ഇനം മത്സ്യമാണിത്. സാധാരണ ടൈഗർ ബാർബിന്റെ അല്പം കൂടി തിളക്കമുള്ള ചുവപ്പ് നിറമുള്ള ഒരു വകഭേദമാണിത്. ഇവയുടെ ശരീരത്തിൽ തിളങ്ങുന്ന ചുവപ്പ് നിറവും കടും കറുപ്പ് വരകളും കാണപ്പെടുന്നു. വളരെ സജീവമായി നീന്തി നടക്കുന്ന ഇവ ചെറു കൂട്ടങ്ങളായി വളരാൻ ഇഷ്ടപ്പെടുന്നു. തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ എന്നാൽ അത്ര ശ്രദ്ധ ആവശ്യമില്ലാത്ത മത്സ്യങ്ങളാണിവ. സാധാരണ അക്വേറിയം തീറ്റകൾ, ഫ്ലേക്സ്, പെല്ലറ്റ്, ചെറിയ ജീവനുള്ള തീറ്റകൾ എന്നിവ ഇവർ ആഹാരമാക്കുന്നു. ഇവയ്ക്ക് കൂടുതൽ തിളക്കമുള്ള ചുവപ്പ് നിറം ലഭിക്കാൻ നല്ല ഗുണനിലവാരമുള്ള തീറ്റകൾ നൽകണം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയ്ക്ക് തിളക്കമുള്ള ചുവപ്പ് നിറമാണ് ഉണ്ടാവുക. ഇത് പ്രകൃതിദത്തമായ നിറമല്ല, മറിച്ച് ഗ്ലോഫിഷ് സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്തവയാണ്. അതായത് റെഡ് ടൈഗർ ബാർബ് പ്രകൃതിദത്തമായ മത്സ്യമല്ല, മറിച്ച് ജനിതക എഞ്ചിനീയറിംഗ് വഴി നിർമ്മിച്ചവയാണ്. ഇവയുടെ ശരീരത്തിൽ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന പ്രോട്ടീൻ ചേർത്ത് ചുവപ്പ് നിറം നൽകുന്നു. സാധാരണയായി പെറ്റ് ഷോപ്പുകളിൽ കാണുന്ന റെഡ് ടൈഗർ ബാർബുകൾ ചുവപ്പ് നിറം കൂടുതൽ ലഭിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇണ ചേർത്ത് ഉണ്ടാക്കുന്നവയാണ്. സാധാരണ ടൈഗർ ബാർബുകൾക്ക് കറുത്ത വരകളും ഓറഞ്ച് ശരീരവുമാണെങ്കിൽ ഇവയ്ക്ക് കൂടുതൽ ചുവപ്പ് നിറം വരാൻ വേണ്ടി ഈ വർഗത്തിൽപ്പെട്ടവയെ പ്രജനനം നടത്തുന്നു. റെഡ് ടൈഗർ ബാർബുകൾ ശാസ്ത്രീയമായി ജനിതകമാറ്റം വരുത്തിയവയാണ്. ഇവയുടെ ശരീരത്തിൽ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന പ്രോട്ടീനുകൾ ജന്മനാ തന്നെയുണ്ട്. ഇത് സാധാരണ ചുവപ്പിനേക്കാൾ തിളക്കമുള്ളതായിരിക്കും. സാധാരണ ടൈഗർ ബാർബുകൾ സ്വാഭാവികമായി കുളത്തിലോ പുഴയിലോ കാണപ്പെടുന്നവയാണ്. എന്നാൽ റെഡ്, ആൽബിനോ, ഗ്രീൻ ടൈഗർ ബാർബുകൾ അക്വേറിയം ആവശ്യങ്ങൾക്കായി തെരഞ്ഞെടുത്ത് വളർത്തുന്ന ഇനങ്ങളാണ്. ഒറിജിനൽ ടൈഗർ ബാർബുകളുടെ ഉത്ഭവം, അതായത് റെഡ് ടൈഗർ ബാർബുകളുടെ പൂർവികർ എന്ന് പറയുന്നത് ഇന്തോനേഷ്യ, മലേഷ്യ, സുമത്ര, ബോർണിയോ തുടങ്ങിയ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ശുദ്ധജല പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്. ചുവന്ന നിറത്തോടു കൂടിയതും ശരീരത്തിൽ മങ്ങിയ കറുത്ത വരകളോ പാടുകളോ ഉള്ളതുമായ ടൈഗർ ബാർബുകളാണ് റെഡ് ടൈഗർ ബാർബുകൾ. വളരെ സജീവമായി നീന്തുന്ന ഇവ കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. അക്വേറിയത്തിലെ മറ്റു ചെറുമീനുകളുടെ ചിറകുകൾ കടിച്ചു പറിക്കുന്ന സ്വഭാവം ഇവയ്ക്കുണ്ട്. കേരളത്തിലെ അക്വേറിയ കടകളിൽ റെഡ് ടൈഗർ ബാർബ് എന്നത് ഒരു ജനപ്രിയ അലങ്കാര മത്സ്യമാണ്. റെഡ് ടൈഗർ ബാർബുകൾ പൂർണ്ണമായും സ്വാഭാവികമായി പുഴകളിൽ കാണപ്പെടുന്ന മത്സ്യങ്ങളല്ല, മറിച്ച് അക്വേറിയത്തിൽ വളർത്താനായി ചുവപ്പ് നിറം കൂട്ടിയിണക്കി കൃത്രിമമായി വികസിപ്പിച്ചെടുത്ത ഇനമാണ്. സുമത്ര ബാർബെന്നും ഇവയെ അറിയപ്പെടുന്നു. റെഡ് ടൈഗർ ബാർബുകൾ മിശ്രഫുക്കുകളാണ്. ഇവ എല്ലാത്തരം ഭക്ഷണങ്ങളും കഴിക്കുന്നവയാണ്. ചെമ്മീൻ, ചെറിയ വിരകൾ, ഫ്ലേക്ക് ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം ഇവയ്ക്ക് നൽകാവുന്നതാണ്. റെഡ് ടൈഗർ ബാർബുകൾ സാധാരണയായി 3 സെന്റിമീറ്റർ മുതൽ 6.5 സെന്റിമീറ്റർ വരെ വലിപ്പം വയ്ക്കുന്നു. നന്നായി പരിപാലിക്കുന്ന അക്വേറിയങ്ങളിൽ റെഡ് ടൈഗർ ബാർബ് മത്സ്യങ്ങൾക്ക് സാധാരണയായി 5 മുതൽ 7 വർഷം വരെ ആയുസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇവയ്ക്ക് ആവശ്യമായ താപനില 24 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. നല്ല ഭക്ഷണക്രമവും വൃത്തിയുള്ള വെള്ളവും നൽകിയാൽ ഇവ കൂടുതൽ കാലം ജീവിക്കും. റെഡ് ടൈഗർ ബാർബ് മത്സ്യങ്ങളെ പ്ലാന്റഡ് ടാങ്കുകളിൽ അഥവാ പച്ചപ്പ് നിറഞ്ഞ ടാങ്കുകളിൽ കാണാൻ അതിമനോഹരമായ മത്സ്യങ്ങളാണ്. റെഡ് ടൈഗർ ബാർബ് മത്സ്യങ്ങളുടെ പ്രജനനം അക്വേറിയത്തിൽ സാധ്യമാണ്. ഇവയുടെ മികച്ച ഫലത്തിനായി ശരിയായ ജല ഊഷ്മാവും 6.0 മുതൽ 7.0 pH വരെയുള്ള മൃദുവായ വെള്ളം ആവശ്യമാണ്. പെൺമത്സ്യങ്ങൾ മുട്ടകളാൽ നിറയുമ്പോൾ അവയെ പ്രജനന ടാങ്കിലേക്ക് മാറ്റുക. രാവിലെയാണ് സാധാരണയായി ഇവ മുട്ടയിടുന്നത്. മുട്ടയിട്ട ശേഷം മത്സ്യങ്ങൾ മുട്ടകൾ തിന്നാൻ സാധ്യതയുണ്ട്. അതിനാൽ മുട്ടയിട്ടതിന് ശേഷം അമ്മ മത്സ്യങ്ങളെ ടാങ്കിൽ നിന്നും മാറ്റുക. 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ മുട്ടകൾ വിരിയുന്നു. വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായി നീന്തി നടക്കും. തുടക്കത്തിൽ ഉപ്പുവെള്ള ചെമ്മീൻ അല്ലെങ്കിൽ പൊടിച്ച ഭക്ഷണം നൽകാവുന്നതാണ്. റെഡ് ടൈഗർ ബാർബ് മത്സ്യങ്ങളിൽ ആൺപെൺ മത്സ്യങ്ങളെ തിരിച്ചറിയാനായി ശരീരത്തിന്റെ ആകൃതി നിരീക്ഷിച്ചാൽ മതി. പെൺമീനുകൾക്ക് ആൺമീനുകളെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലായിരിക്കും.
ആയിരിക്കും. അതുപോലെ തന്നെ വയറിന്റെ ഭാഗം തടിച്ചതുമായിരിക്കും. എന്നാൽ ആൺമത്സ്യങ്ങൾക്ക് മെലിഞ്ഞ ശരീരപ്രകൃതമായിരിക്കും ഉള്ളത്. ആൺമത്സ്യങ്ങൾക്ക് കൂടുതൽ തിളക്കമുള്ള ചുവപ്പ് നിറം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് അവരുടെ മൂക്ക്, ചിറകുകൾ എന്നിവിടങ്ങളിൽ നല്ല കടും ചുവപ്പ് നിറം കാണപ്പെടുന്നു. എന്നാൽ പെൺമീനുകൾക്ക് നിറം അല്പം മങ്ങിയതായിരിക്കും. ആൺമത്സ്യങ്ങളുടെ ഡോർസൽ ഫിൻ കൂടുതൽ ചുവന്ന നിറത്തിലും തെളിഞ്ഞും കാണപ്പെടുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ തടിച്ച വയറും മങ്ങിയ നിറവുമുള്ളതാണ് പെൺമീനുകൾ എന്ന് പറയുന്നത്. എന്നാൽ മെലിഞ്ഞ ശരീരവും കടും ചുവപ്പ് നിറവുമുള്ളതാണ് ആൺമത്സ്യങ്ങൾ. ഇവയുടെ ടാങ്കിൽ ചെടികൾ, പാറകൾ, ഒളിസ്ഥലങ്ങൾ എന്നിവ ഒരുക്കുക. അതുപോലെ തന്നെ നീന്താൻ ധാരാളം സ്ഥലവും വേണം. റെഡ് ടൈഗർ ബാർബ് മത്സ്യങ്ങളുടെ കൂടെ വളർത്താൻ അനുയോജ്യമായ മത്സ്യങ്ങൾ എന്ന് പറയുന്നത് ഒരുവിധപ്പെട്ട എല്ലാ ബാർബ് ഐറ്റങ്ങളെയും ഇവയുടെ കൂടെ വളർത്താം. ചെറി ബാർബ്, റോസി ബാർബ്, ഒഡേസ ബാർബ്, ബ്ലാക്ക് റൂബി, ക്ലൗൺ ലൊച്ച്, കൂലി ലൊച്ച്, കോറിഡോറസ്, ക്യാറ്റ് ഫിഷ്, നിയോൺ ടെട്ര, ക്ലൗൺ പ്ലെക്കോ, റെഡ് ടെയിൽ ഷാർക്ക്, സിൽവർ ഡോളർ, പ്ലാറ്റികൾ എന്നിവയെല്ലാം റെഡ് ടൈഗർ ബാർബിന്റെ കൂടെ വളർത്താവുന്നതാണ്. ഇവരുടെ സ്വഭാവം കുറച്ച് ആക്രമണാത്മകമായതുകൊണ്ട് തന്നെ അനുയോജ്യമായ കൂട്ടുകാരെ തന്നെ തെരഞ്ഞെടുക്കണം. അപ്പോൾ റെഡ് ടൈഗർ ബാർബിന്റെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.